ശക്തമായ ബാബിലോൺ സാമ്രാജ്യം. ആ രാജ്യം ഭരിച്ചിരുന്ന ദാര്യാവേശ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ വിശ്വസ്ത സേവകരിൽ ഒരാളായിരുന്നു ദാനിയേൽ. രാജാവിന് ദാനിയേലിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. സ്വന്തം ദേശത്തിൽ നിന്നും അടിമയായാണ് ബാബിലോണിൽ എത്തിയതെങ്കിലും ആ യുവാവ് ഒരിക്കലും ദൈവത്തിൽ അവിശ്വസിച്ചില്ല. രാവും പകലും ദാനിയേൽ പുരാതന ഗ്രന്ഥങ്ങൾ പഠിച്ചു, പ്രാർത്ഥിച്ചു, മനുഷ്യരുടെ ജ്ഞാനത്തേക്കാൾ മേലുള്ള ജ്ഞാനം അന്വേഷിച്ചു. അവൻ്റെ സാന്നിധ്യം രാജാവിന് ബഹുമാനവും മഹത്വവും നൽകി. എന്നാൽ അതവൻ്റെ ചുറ്റുമുള്ളവരിൽ അസൂയ ഉണർത്തി. രാജ്യത്തിലെ ചില ഉദ്യോഗസ്ഥന്മാർ ദാനിയേലിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അവർ തമ്മിൽ പലപ്പോഴും കൂട്ടം കൂടി അവനെ നശിപ്പിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി. എന്നാൽ ഒരിക്കലും ദാനിയേലിൽ നിന്നും ഒരു കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചില്ല. ഇനി നിയമത്തിലൂടെ മാത്രമേ ദാനിയേലിനെ കുടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വന്നാൽ രാജാവിന് അവനെ ശിക്ഷിക്കുവാൻ നിർബന്ധിതനാകും എന്നവർ മനസ്സിലാക്കി. അങ്ങനെ അവർ ഒരു കൽപ്പന എഴുതി. ഇനിയുള്ള 30 ദിവസത്തേക്ക് രാജാവിനെ ഒഴികെ വേറൊരു ദൈവത്തോടോ മനുഷ്യനോടോ ആരും പ്രാർത്ഥിക്കരുത്. ആരെങ്കിലും കൽപ്പന ലംഘിച്ചാൽ അവരെ സിംഹങ്ങളുടെ ഗുഹയിൽ എറിഞ്ഞുകളയും. എന്നാൽ ദാനിയേൽ ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചു. കൽപ്പന അറിഞ്ഞിട്ടും അവൻ യെരുശലേമിനെ ദർശിച്ച് ദിവസത്തിൽ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഉദ്യോഗസ്ഥന്മാർ ദൂരെ നിന്നും ഇതൊക്കെയും വീക്ഷിച്ചു. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി സ്വർഗത്തിലേക്ക് കൈയുയർത്തി പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ അവർ കണ്ടു. അവർ ക്രുദ്ധരായി രാജാവിൻ്റെ അരികിലേക്ക് ഓടി. ദാനിയേൽ കൽപ്പന ലംഘിച്ചതായി അറിയിച്ചു. രാജാവിന് ദുഃഖം തോന്നി. കാരണം ദാനിയേലിനെ അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷേ രാജകീയ നിയമം ഒരിക്കലും മാറ്റാനാവില്ല. അങ്ങനെ ദാനിയേലിനെ ബന്ധിതനാക്കി സിംഹങ്ങളുടെ ഗുഹയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നു. രാജാവ് ഭാരപ്പെട്ട ഹൃദയത്തോടെ അതൊക്കെയും നോക്കി നിന്നു. വളരെയധികം ആഴമുള്ള ഇരുണ്ട കുഴിയുടെ അരികിലെത്തി ദാനിയേൽ ഒരു നിമിഷം പിന്നോട്ട് നോക്കി രാജാവിൻ്റെ മുഖത്തേക്ക്. ഉടൻ തന്നെ കാവൽക്കാരിൽ ഒരുവൻ അവനെ മുന്നോട്ട് തള്ളി. ദാനിയേൽ ധൈര്യത്തോടെ ആ കുഴിയിലേക്ക് വീണു. കൈകൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച്. പെട്ടെന്ന് ആ ഗുഹയിലേക്ക് ദാനിയേൽ വന്ന് വീണപ്പോൾ ഉറങ്ങിക്കിടന്നിരുന്ന സിംഹങ്ങൾ വേഗം ഉണർന്നു. അവരുടെ കണ്ണുകൾ ആ ഇരുട്ടിൽ പ്രകാശിച്ചു. ദാനിയേലിനെ ഭക്ഷിക്കുവാനായി സിംഹങ്ങൾ അലറിയടുത്തു. പക്ഷേ ദാനിയേൽ യാതൊരു ഭയവും കൂടാതെ അവയുടെ മുമ്പിൽ നിന്നു. പെട്ടെന്ന് തന്നെ ആ ഗുഹയ്ക്കുള്ളിൽ ഒരു ശാന്തമായ അന്തരീക്ഷം ഉടലെടുത്തു. ഒരു ദൈവിക സാന്നിധ്യം. വളരെ ശാന്തമായ സമാധാനമുള്ള ദാനിയേലിൻ്റെ മുഖം. ദാനിയേൽ എഴുന്നേറ്റു. തൻ്റെ ദേഹത്തിൽ പറ്റിപ്പിടിച്ച പൊടിയൊക്കെയും തൂത്തുമാറ്റി ഒരു കല്ലിൻ്റെ മുകളിൽ പോയിരുന്നു. കൈകൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ആ സിംഹങ്ങൾ ദാനിയേലിൻ്റെ അടുത്തായി വന്ന് കിടന്നു. ദാനിയേലിന് ഒന്നും സംഭവിച്ചില്ല. എന്നാൽ കൊട്ടാരത്തിലെ അന്തരീക്ഷം മറ്റൊന്നായിരുന്നു. രാജാവിന് ഉറക്കമേ വന്നില്ല. രാത്രി മുഴുവനും ദാനിയേലിൻ്റെ കാര്യം ചിന്തിച്ച് രാജാവിൻ്റെ മനസ്സ് വളരെയധികം ദുഃഖിച്ചു. അരമനയിലെ തൻ്റെ മുറിയുടെ ജനലിലൂടെ ദൂരെ ആ ഗുഹയുടെ വാതിലിലേക്ക് രാജാവിങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. ആ രാത്രി അവസാനിച്ചു. പ്രഭാതം പൊട്ടിവിടർന്നു. രാജാവ് ഗുഹയിലേക്കോടി. ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്നും രക്ഷിച്ചോ? അവൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു. രാജാവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശാന്തമായ ഒരു ശബ്ദം മറുപടി നൽകി. എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു. സിംഹങ്ങളിൽ നിന്നും ദൈവം എന്നെ രക്ഷിച്ചു. ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ നിരപരാധിയാണ്. സന്തോഷഭരിതനായ രാജാവ് കാവൽക്കാരോട് ദാനിയേലിനെ ഗുഹയിൽ നിന്നും ഉയർത്തുവാൻ കൽപ്പിച്ചു. ദാനിയേൽ വളരെ സന്തോഷത്തോടെ മുറിവുകൾ ഒന്നുമില്ലാതെ ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. രാജാവ് അവനെ ചേർത്ത് പിടിച്ചു. കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. വിശ്വസ്തരെ സംരക്ഷിക്കുന്ന ദൈവത്തെ ഓർത്തവർ സ്തുതിച്ചു. ഉടൻ തന്നെ രാജാവ് ദാനിയേലിനെതിരെ ഗൂഢാലോചന ചെയ്ത ആ ഉദ്യോഗസ്ഥന്മാരെ
ഗുഹയിലേക്ക് എറിഞ്ഞുകളഞ്ഞു. സിംഹങ്ങൾ അവരെ സംരക്ഷിച്ചില്ല. രാജാവ് തൻ്റെ രാജ്യത്താകെ കൽപ്പന പുറപ്പെടുവിച്ചു. എല്ലാവരും ദാനിയേലിൻ്റെ ദൈവത്തെ ഭയപ്പെടുകയും ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. യഹോവ ജീവിക്കുന്ന ദൈവമാണ്, എന്നേക്കും നിലനിൽക്കുന്നവൻ. അവൻ്റെ രാജ്യത്തെ ആരും നശിപ്പിക്കുകയില്ല. ജനങ്ങൾ സന്തോഷിച്ചു. ദൈവത്തിൽ ഉറച്ചു നിന്ന ദാനിയേലിൻ്റെ ധൈര്യവും വിശ്വസ്തതയും ആശ്ചര്യത്തോടെ എല്ലാവരും നോക്കി നിന്നു. ദാനിയേലിൻ്റെ കഥ നമ്മെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു: ദൈവത്തിലുള്ള വിശ്വാസം നമ്മെ വലിയ അപകടങ്ങൾക്ക് മുമ്പിൽ നിന്നും രക്ഷിക്കും. നാം നീതിയിലും സത്യത്തിലും വിശ്വസിക്കുമ്പോൾ ഏറ്റവും ഭയാനകമായ ഭീഷണികൾ പോലും ശക്തിയില്ലാത്തവയാകും. മരണത്തെ നേരിടുമ്പോഴും ദാനിയേലിൻ്റെ ശാന്തത, അവൻ്റെ ഉറച്ച പ്രാർത്ഥന, ദൈവത്തിലേറ്റ വിശ്വാസം, ഇവയെല്ലാം പരീക്ഷണങ്ങൾ നേരിടുന്നവർക്ക് കാലാതീതമായ മാതൃകയാണ്. എല്ലാ ഇരുട്ടിലും ഒരു പ്രകാശമുണ്ട്. എല്ലാ ഭയത്തിലും ഒരു പ്രത്യാശയുണ്ട്. ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന എല്ലാ ഹൃദയങ്ങൾക്കും സഹനത്തിനുള്ള ശക്തി ദൈവം നൽകും. ദാനിയേലിനെ സിംഹങ്ങളിൽ നിന്നും രക്ഷിച്ച ദൈവം ഇന്നും അവൻ്റെ മേൽ വിശ്വാസം വയ്ക്കുന്നവരെ സംരക്ഷിക്കുന്നു. ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ ജീവിതം മുൻപോട്ട് നയിക്കുക. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.